എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓമാനിലുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ക്യാക്സ്ക്ലോ എന്ന് പറയുന്ന ചെടി ഒടിക്കാനായിട്ട് പോകും. അവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. വേണ്ടുന്നത് ഒടിച്ചെടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആളില്ല കേട്ടോ. നമ്മുടെ കിളിയുണ്ടോ, അവർക്ക് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. അവിടെ തല പുറത്തേക്ക് ഇട്ട് നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് ചെടി ഒടിച്ചുകൊണ്ട് വരാം. നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ആയൂർ എത്തുന്നതിന് മുമ്പ് റോഡ് സൈഡിൽ നല്ല പഴുത്ത ഞാവൽപ്പഴം ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഇറങ്ങിയിട്ട് അന്നേരം തന്നെ അത് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചിലപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും തിരിച്ച് വരുമ്പോൾ മേടിക്കാമെന്ന്. അങ്ങനെ ചിലപ്പോൾ തിരിച്ച് വരുമ്പം ചിലപ്പോൾ അതങ്ങ് തീർന്നു. അങ്ങനെ കണ്ടപ്പോഴേ പോയിട്ട് കുറച്ച് ഞാവൽപ്പഴം മേടിച്ച് ഞാനും അതിരിക്കുട്ടനും കൂടെ പോയിട്ട് കൊണ്ടുവന്നു. അപ്പം തന്നെ അതിരിക്കുട്ടന് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കഴുകിയിട്ട് അവന് വരണം അതങ്ങ് കൊടുത്തു കേട്ടോ. നല്ല മധുരമുള്ള ഞാവൽപ്പഴമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയത് അവരുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല കാട് പോലെ ഇതിങ്ങനെ ഇഷ്ടം പോലെ കിടക്കുക. അവരുടെ ഈ മതിലിലും വീടിൻ്റെ മുകളിലും ഒക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പൂക്കൾ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് റോഡിൽ കൂടെ വണ്ടികളിലേക്ക് വരുമ്പോഴേ ആളുകൾ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു കേട്ടോ. ഇപ്പോൾ ഇത് പൂത്ത് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പം നമ്മൾ പുറത്ത് തന്നെ നിന്നിട്ട് കുറേ വേണ്ടുന്നത് ഒരു സഞ്ചി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആവശ്യമുള്ളത് എടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വന്ന വഴിക്ക് നമ്മുടെ ആയൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ കോഴിപ്പാലത്തിൻ്റെ അടുത്ത് ഒരു ചെടിക്കടയുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ചെടി മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി മേടിച്ചാൽ നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു ചെമ്പരത്തിയും, ആ ചെമ്പരത്തിക്കാണെങ്കിൽ നല്ല വലിയ പൂവാട്ടോ. ആ ചെമ്പരത്തിക്ക് ഒരെണ്ണത്തിന് 80 രൂപ. അതേപോലെ തന്നെ നമ്മുടെ ഈ നേരത്തെ ഈ മുള്ളുള്ള ഒരു ചെടി ഉണ്ടായിരുന്നല്ലോ, അപ്പം ആ ചെടിയുടെ മുള്ളില്ലാത്ത സൈസ് പൂക്കൾ ഉള്ളത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. അങ്ങനെ നേരത്തെ ഇത് വീട്ടിൽ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ചെടിയുടെ പേര് യൂഫോർബിയ എന്നാ കേട്ടോ. നേരത്തെ കറയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് കറയും മുള്ളും ഒന്നും ഇല്ലാത്ത ഒരു നല്ലൊരു നല്ലൊരു ചെടിയായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാനത് ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കണ്ടായിരുന്നു കേട്ടോ. ഈ മീനെ കണ്ടോ, ഈ മീൻ നമ്മുടെ കൈ എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് വരുമായിരുന്നു. ആ ചെടിക്കടയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ സഹസ്രദള പത്മം അത് നമ്മൾ നേരത്തെ ഓൺലൈനിൽ നേരത്തെ താമര മേടിച്ച ആ പുള്ളിക്കാരിയോട് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. 1-2 സ്ഥലത്ത് ഞാൻ ചോദിച്ചപ്പോഴൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്ക് ഇവരിത് അമ്പലത്തിലെങ്ങാണ്ട് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്നതായിട്ടോ. എനിക്ക് പക്ഷേ അത് അവിടെ നിന്ന് ഒരെണ്ണം കിട്ടി. അപ്പോൾ അതും കിട്ടി. ഈ ചെമ്പരത്തി കൊണ്ടുവന്ന് നല്ല മഴയുണ്ടായിരുന്നു. ഇന്നലെ എല്ലാം നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ വെച്ചേക്കില്ല. എന്താണെന്ന് വെച്ചാൽ അന്നേരം തന്നെ എനിക്കതെല്ലാം നട്ട് നല്ല സെറ്റാക്കി വെക്കണമെന്ന് അങ്ങനെ ഒരു മനസ്സാട്ടോ. അപ്പം ഞാൻ അത് കൊണ്ടുവന്ന് മഴയൊന്നും വകവെക്കാതെ മണ്ണൊക്കെ എടുത്തിട്ട് ഇവിടെ കുറച്ച് വളം ഉണ്ടായിരുന്നു. പിന്നെ ഈ താമര നടാനായിട്ടുള്ള ചെറിയൊരു ചാക്ക് വളം ഞാൻ അവിടുന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ താമര ഇതേപോലെ വലിയ ബേസിനിലാക്കിയിട്ട് കൊടുക്കുന്ന അങ്ങനെയുള്ള കച്ചവടമുണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ ആവശ്യത്തിനുള്ള വളവും എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ചെടി യൂഫോർബിയയും അതേപോലെ നമ്മുടെ ചെമ്പരത്തിയും എല്ലാം ചട്ടിയിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ച് കേട്ടോ. കുറച്ച് ദിവസം കിട്ടുകയുള്ളെങ്കിൽ ഞാൻ കിട്ടുന്ന സമയം എല്ലാം ചെടികളും പൂക്കളും ഒക്കെ വീട്ടിലാക്കി വെക്കും. അതേപോലെ നമ്മുടെ അതിർക്കുട്ടൻ കുടയൊക്കെ ആയിട്ട് മഴയത്തിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേണം ഇനി അടുത്തത് താമരയുടെ ആ വലിയൊരു ബേസിൻ ഇങ്ങനെ വന്നപ്പം തന്നെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാദ്യമേ നേരത്തെ മേടിച്ച ചകിരിയുടെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ബേസിനിലോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് കുതിർന്നിട്ട് പൊടിയായിട്ട് മാറും. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടുന്ന് അവർ തന്ന വളം ഉണ്ടായിരുന്നു. അപ്പം ഈ വളവും ചാണാനൊന്നും പ്രത്യേകമില്ല. ഇത് ചാണാനും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള താമര നടാനായിട്ടുള്ള വളം തന്നെയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അതിർക്കുട്ടന് പീനട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചു പോയിട്ട് ഒരു പീനട്ടൊക്കെ പറിച്ചുകൊണ്ട് കൊടുത്തു. അപ്പം മഴ ഇങ്ങനെ തുള്ളിയായിട്ട് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്തോ ഇതെന്നറിയാമോ, നമ്മുടെ ഈ വളവും എല്ലാം ഇതിനകത്ത് തട്ടിയിട്ടതിന് ശേഷം പിന്നെ മണ്ണെടുക്കുന്ന പരിപാടി. അത് നമ്മുടെ അയ്യത്ത് താഴെ പോയിട്ട് ഞാൻ കുറേ മണ്ണൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വന്ന് എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തത് കൊണ്ട് മണ്ണെല്ലാം നല്ല ഒരു ചെളി പരുവായിട്ട് തന്നെ കിടക്കും. അതുകൊണ്ട് നമുക്ക് ചെളിയാക്കി ഇങ്ങനെ കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ മണ്ണും കൂടെ ഈ വളത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടുമ്പം തന്നെ അത് ഒരുമാതിരി നല്ല സെറ്റായിട്ട് നമുക്ക് താമര നടാൻ പരുവത്തിനുള്ള ഒരു മണ്ണായിട്ട് തന്നെ കിട്ടുമായിരുന്നു. അപ്പം ഒരു 2-3 ബക്കറ്റ് മണ്ണെല്ലാം ഇട്ടതിന് ശേഷം നല്ല മഴയായതുകൊണ്ട് നമുക്ക് പറമ്പിൽ നിന്ന് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മണ്ണ് ഇങ്ങനെ ഇളക്കി എടുത്തുകൊണ്ട് വന്ന് ബക്കറ്റിൽ ഇങ്ങനെ നിറച്ചിട്ട് ഞാൻ ആ ബേസിനിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വീണ്ടും ഈ മണ്ണ് ഒന്ന് കുഴച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറിയൊരു ചെളി പരുവാക്കി എടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്കത് നടണമല്ലോ. അന്നേരം
കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ മണ്ണൊന്ന് കലങ്ങത്തക്ക രീതി ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് വരത്തക്ക രീതിയിൽ കുഴച്ചിട്ട് നമ്മുടെ ഈ സഹസ്രദള പത്മം അത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വെക്കുന്നത്. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ ചിലപ്പം പൂവിടാനൊക്കെ ഒരുപാട് താമസിക്കുമെന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തർക്ക് 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പൂവായതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അവർ അമ്പലത്തിലേക്ക് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്ന ഒരു മൂടായിരുന്നു. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും എനിക്കത് കിട്ടി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മുടെ ഈ താമര ഈ ബേസിനിലേക്ക് നട്ടതാട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ഈ മണ്ണ് കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്കോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കലങ്ങത്തില്ല കേട്ടോ. അത് അങ്ങനെ ഞാൻ ആ ചാക്കെടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഇലയൊന്ന് മേളിലോട്ട് കിടക്കത്തക്ക രീതിയിൽ. ഈ കാണുന്നതൊക്കെ നമ്മൾ നേരത്തെ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നട്ട താമര കേട്ടോ. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു പക്ഷേ വലിയ ഇല വന്നതുകൊണ്ട് ചിലപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ പൂ ഇടുമായിരിക്കും. അങ്ങനെ നമ്മൾ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആ ചെടി മതിലിൻ്റെ സൈഡിൽ 1-2 സൈഡിൽ 1-2 സ്ഥലത്ത് ഞാനിങ്ങനെ അത് വെച്ച് പിടിപ്പിച്ചില്ല, വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ച് കിട്ടുമോയെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ നടിയിലെല്ലാം കഴിഞ്ഞു. പിന്നെ കൈയെല്ലാം കഴുകിയിട്ട് വന്നിട്ട് നമ്മുടെ ഞാവൽപ്പഴമൊക്കെ എടുത്ത് അതിരിക്കുട്ടന് കൊടുത്തു. ഞാനും കഴിച്ചു കേട്ടോ. നല്ല മധുരമുള്ള ഞാവൽപ്പഴമായിരുന്നു. പിന്നെ നമ്മുടെ ആ 2 ചെമ്പരത്തിപ്പൂ ഇറുത്തെടുത്തിട്ട് വൈകുന്നേരം നമ്മുടെ കൃഷ്ണന് വെച്ച് നമ്മൾ വിളക്കെല്ലാം കത്തിച്ചു. അപ്പോൾ ഈ ചെടി മേടിക്കാൻ പോയതും അത് ചെടി നടിയിലും ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.